നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ഷോർട്സിൻ്റെയൊക്കെ ചെറിയൊരു ബാലൻസ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ കേട്ടോ. അതായത് എൻ്റെ ചിന്നാടെ കൊച്ച് ചോറിനാൻ വേണ്ടിയിട്ട് കോളേജിൽ നിന്ന് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വ്ളോഗിൽ നിന്ന് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ പ്രത്യേക അഭ്യർത്ഥനയെ മാനിച്ച് നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് കുറച്ച് ഷൂട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്നൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അവനക്ക് ചോറ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇക്കാക്ക് കൊടുത്തിടാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും അതേപോലെ എനിക്കൊരു പ്രിൻ്റ് എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് പോയിട്ട് വന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പിറ്റേന്നത്തെ വീഡിയോ കേട്ടോ. എനിക്ക് മമ്മൂനെയും കണ്ട് വയറുവേദന ആയതുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വണ്ടി ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നമ്മുടെ പരിചയത്തിലുള്ള വീട്ടിൽ കൊണ്ടുപോയി വച്ചിട്ട് ബസ്സിനാണ് കേട്ടോ പോയത്. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റോപ്പിൽ നിന്ന് മൂവാറ്റുപുഴ വരെ ബസ്സിന് പോകണം. പിന്നെ അവിടെ നിന്ന് KSRTC സ്റ്റാൻഡിൽ നിന്നാണ് പിന്നെ നമ്മൾ അടുത്ത ബസ് കയറി പോണത്. അപ്പോൾ ഇന്നാളെ ഞങ്ങൾക്ക് പോയപ്പോൾ ഒരു പണി കിട്ടി. നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് ബസ്സിൽ കയറിയപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ഫുൾ ടൈം നിന്ന് പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് നമ്മൾ നേരെ KSRTC സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് അടുത്ത ബസ്സിൽ കയറി പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിയുടെയും മമ്മൂൻ്റെ ഓരോ ലീലാവിലാസങ്ങളാണ് കാണുന്നത്. അവളുള്ള ലിപ്സ്റ്റിക്ക് മൊത്തം ചുണ്ടത്ത് വരുത്തേക്കും, അത് പുള്ളിയുടെ കൈക്കൂടെ ആക്കി വയ്ക്കും. അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണപ്പോൾ എനിക്കൊന്നും വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തി. അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഭാഗ്യത്തിനാണ് നമുക്ക് ഹോസ്പിറ്റൽ മിസ്സാവാണ്ടിരുന്നത്. കാരണം ഫോണിലേക്ക് നോക്കിയിരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിൽ പോയിട്ടാണ് ഇറങ്ങിയത്. പിന്നെ തിരിച്ച് വന്നതാണ് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടത്. പിന്നെ അവിടെ വന്ന് നമുക്ക് 345 ടോക്കൺ കിട്ടി. അങ്ങനെയാണെങ്കിൽ പോലും ഒട്ടും ഡിലേ ഒന്നുമില്ല കേട്ടോ. കാരണം 10ഓളം കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നിനും ഡിലേയോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പീഡിയാട്രിക് സർജനെ ആയിരുന്നു കാണിക്കേണ്ടത്. അത് കാണിച്ച് കഴിഞ്ഞ് പിന്നെ പീഡിയാട്രീഷനെ കാണിക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളത് കാണിക്കാൻ വേണ്ടി നിന്നൊരു എക്സ്റേ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടിനൊക്കെ കുറച്ച് താമസം വന്നതുകൊണ്ട് നമുക്ക് ആ ടൈമിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടോ. നമ്മൾ ചെന്ന സമയത്ത് 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൽസൊക്കെ കഴിഞ്ഞേക്കണതുകൊണ്ട് തന്നെ നമ്മൾ ബിരിയാണിയും കഴിച്ചു. പിന്നെ കൊച്ചിന് നെയ്റോസ്റ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതാട്ടോ കഴിച്ചത്. അത് ഞങ്ങൾക്കൊരു ടിക്ടാക്ക് വേണമെന്ന് പറഞ്ഞാൽ അതും വാങ്ങിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് എക്സ്റേയുടെ റിസൾട്ടൊക്കെ കിട്ടി. അതും വാങ്ങിച്ച് ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫാർമസിയിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിട്ടോ. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറണതാണ് ഏറ്റവും വലിയ കാരണം. അവിടെ നിന്ന് എപ്പോഴൊന്നും ബസ്സില്ല കേട്ടോ. കുറേ ടൈം കൂടിയിട്ടാണ് ബസ് വന്നത്. അതും ഭയങ്കര തിരക്കിൽ നിൽക്കുന്ന ആളുകളൊക്കെ മൂവാറ്റുപുഴയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കണതാണ്. പിന്നെ എങ്ങനെയോ ഒരു ബസ്സിൽ വലിഞ്ഞ് കയറി. കൊച്ചിന് മാത്രം ഒരു സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ നിന്ന് മൂവാറ്റുപുഴ വരെ വന്നു. പിന്നെ മൂവാറ്റുപുഴ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അപ്പുറത്തെ സ്റ്റോപ്പിലേക്ക് പാലത്തിൽ കൂടെ നടക്കണം എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. കാരണം നമുക്കത് അപ്പുറം പോയി കയറണം തോന്നി. അപ്പുറം കയറി പിന്നെ നമുക്ക് വെള്ളം കുടിക്കണമായിരുന്നു. അതിന് പറ്റിയ കടയും അവിടെയാണ് ഉണ്ടായുള്ളൂ. അതുകൊണ്ട് നമ്മൾ വന്ന് കയറി വെള്ളം കുടിച്ച് ഞങ്ങൾ 3 പേരും കൊച്ചിന് ഫ്രഷ് ലൈം വേണമെന്ന് പറഞ്ഞു. ഞാനും കുഞ്ഞിയും ഓരോ സോഡ ലൈമാണ് കേട്ടോ കുടിച്ചത്. പിന്നെ നമ്മൾ ഓരോ കടിയും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് മമ്മൂനും പുറത്തുനിന്ന് കടിയൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നത്. പക്ഷെ അന്ന് അങ്ങനെ കൊടുത്തെങ്കിലും നല്ല ഹെവി ആയിട്ടൊന്നും നമ്മൾ വാങ്ങിച്ച് കൊടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു കേക്കും ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളപ്പോൾ ഓക്കെ.